السلام عليكم ورحمة الله وبركاته. الله أكبر أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على حي على حي على إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له.
وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഷ്ടമുള്ള ജീവിതം അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മർഹമത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട് വിശാലമാക്കി നൽകുകയും നമ്മുടെയും അവരുടെയും മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് തവണ വിശുദ്ധ ഖുർആനിലൂടെയും അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ച് പറയുന്ന സദസ്സുകളിൽ നിന്നും നാം പല ആവർത്തി കേട്ട കാര്യങ്ങളാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് അള്ളാഹു പടച്ചുവിട്ടിട്ടുള്ളത്. ഈ ദുനിയാവിലെ സൗകര്യങ്ങളും സുഖങ്ങളുമൊക്കെ നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അല്ലാഹുവിനെ അമലുകൾ ചെയ്യുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, കേവലം ഒരു ഇബാദത്ത് ചെയ്യുക എന്നതിനപ്പുറം ആ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ സ്വാലിഹാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ നിരന്തരമുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ പറയാറുണ്ട്, അല്ലാഹ് നീ എന്റെ സ്വാലിഹായ അമലുകൾ, എന്റെ അമലുകളൊക്കെ നീ സ്വാലിഹാക്കി നൽകണേ. അതേപോലെ തന്നെ സ്വാലിഹായ കർമ്മം ചെയ്യാൻ അല്ലാഹുവേ നീ എനിക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ, എന്റെ മക്കളെ സ്വാലിഹാക്കണേ എന്ന് നിരന്തരം നാം അല്ലാഹുവിനോട് നമ്മുടെ പ്രാർത്ഥനകളിൽ ആവശ്യപ്പെടാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ ഒരു ദറജയിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. സാലിഹ്യങ്ങളിലേക്ക്, അമലുകൾ സാലിഹായി ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിനേറെ ഇഷ്ടമുള്ളവരായി ചെയ്യുന്ന ആളുകളിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. അവർക്ക് മാത്രമാണ് നാളെ പരലോകത്ത് ഉപകരിക്കുകയുള്ളൂ. നമ്മുടെ കർമ്മങ്ങളുമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ കർമ്മങ്ങൾ നമുക്ക് ഉപകരിക്കണമെങ്കിൽ ആ കർമ്മങ്ങൾ മുഴുവനും സ്വാലിഹായിരിക്കണം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത് അവരൊക്കെ സ്വാലിഹീങ്ങളാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ 130-ാമത്തെ ആയത്തിലൂടെ പറയാൻ വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ, ആരെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മില്ലത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, തിരിഞ്ഞു കളയുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും വിമുഖത കാണിച്ചു നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ മൻ സഫിഹ നഫ്സ, അവൻ സ്വന്തം നഫ്സിനോട് വിഡ്ഢിത്തം പ്രവർത്തിച്ചവനാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ ദുനിയാവിൽ തിരഞ്ഞെടുത്തു. വ ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, അല്ലാഹു പറയാണ് ആഖിറത്തിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാലിഹീങ്ങളോടൊപ്പമാണ്. കഴിഞ്ഞിട്ടില്ലേ ഈസാ നബി അലൈഹിസ്സലാമിയെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ് വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലൻ വമിനസ് സാലിഹീൻ. ഈസാ നബി അലൈഹിസ്സലാമിയെ കുറിച്ച് പറഞ്ഞപ്പോഴും അദ്ദേഹവും സാലിഹാണ്, സാലിഹായ വ്യക്തിയാണെന്ന് ഇബ്രാഹിം നബി ഈസാ നബി അലൈഹിസ്സലാമിയെ കുറിച്ചും അവിടെ പഠിപ്പിച്ചു. അതേപോലെ 4 പ്രവാചകന്മാരുടെ പേരെടുത്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് വസകരിയ വയഹ്യ വഈസാ വഇല്യാസ്. സക്കരിയ നബി, യഹ്യ നബി, ഈസാ നബി, ഇല്യാസ് നബി, അവരൊക്കെ കുല്ലും മിനസ് സാലിഹീൻ, അവരൊക്കെ സാലിഹീങ്ങളായ ആളുകളാണ്, അവരൊക്കെ സാലിഹീങ്ങളായ ആളുകളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവരൊക്കെ സ്വർഗത്തിലാണ്, ഇവരൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. ഇവരൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരാണ് എന്നതിൽ നമുക്ക് യാതൊരുവിധ തർക്കവുമില്ല. എങ്കിൽ അവർ പോയ സ്വർഗത്തിലേക്കും അവർ നേടിയ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളും അവരെ പോലെ സാലിഹായി തീരേണ്ടതുണ്ട്. നമ്മുടെ അമലുകൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ജീവിതം മുഴുവനും സാലിഹായി തീരുമ്പോഴാണ് ആ പ്രവാചകന്മാർ മുൻകടന്ന സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആരാണ് സാലിഹീങ്ങൾ? ആരാണ് സാലിഹീങ്ങൾ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഹുമുൽ അബ്റാർ, ഹുമുൽ അബ്റാർ, അവർ പുണ്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, അവർ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളാണ്. വഹുമുൽ അത്ഖിയാ, അതേപോലെ തന്നെ അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളാണ്. വഹുമുൽ മുഅ്മിനൂൻ, അവർ വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്. വഹുമുൽ മുസ്ലിമൂൻ, അവർ മുസ്ലിമീങ്ങളാണ്. പ്രിയമുള്ളവരെ, കേവലം ഒരു മുസ്ലിമായി, ഒരു പേരിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളല്ല, മറിച്ച് അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അല്ലാഹുവിന് ചെയ്യേണ്ട, അല്ലാഹുവിന് കൊടുക്കേണ്ട ഹക്കുകൾ മുഴുവനും കൊടുത്ത് അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ തീർത്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ പുണ്യം ചെയ്യുന്ന, നല്ല രീതിയിൽ ജീവിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് സ്വാലിഹീങ്ങൾ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ആലോചിക്കുക, അല്ലാഹുവിന്റെ എത്ര കൽപ്പനകൾ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ എത്ര വിരോധങ്ങൾ, നിരോധനാജ്ഞകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലൂടെയും എത്ര നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, അതേപോലെ തന്നെ അല്ലാഹു കൽപ്പിച്ചതിനെ നമ്മുടെ ജീവിതത്തോട് ചേർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സാലിഹായി തീരണമെങ്കിൽ അടിസ്ഥാനപരമായി ഒരു മുസ്ലിം ആവുക, അതേപോലെ തന്നെ മുഅ്മിനായിരിക്കണം, മുത്തഖിയായിക്കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളായിരിക്കണം. അതിനുള്ള പ്രതിവിധികളും അതിന് ആ ഒരു ദറജയിലേക്ക് എത്താനുള്ള മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു വ്യക്തിക്ക് സാലിഹാകാനുള്ള മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഒന്നാമത്തത് അവൻ പ്രാർത്ഥിക്കുക എന്നതാണ്. അവൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. എല്ലാ കാര്യങ്ങളും, നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് പറയുന്നുണ്ട്. നല്ലൊരു മകനെ തരണമെന്ന്, നല്ലൊരു മകളെ നൽകണമെന്ന്, നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകണമെന്ന്, നമ്മുടെ കടം വീഴണമെന്ന് ഒക്കെ നാം അല്ലാഹുവിനോട് കേട് പറയലുണ്ട്. എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം എന്നെ ഒന്ന് സാലിഹാക്കണമെന്ന്, എന്റെ അമലുകൾ സാലിഹായ സൽക്കർമ്മങ്ങളാക്കണമെന്ന്, എനിക്ക് സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമെന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു കൊടുക്കുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, എന്നെ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രാജാധികാരം നൽകി. അതിനുശേഷം പറയുകയാണ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്റെ രക്ഷാധികാരി അങ്ങാൻ.
തവഫനി മുസ്ലിമ, അതുകൊണ്ട് അല്ലാഹുവേ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, പ്രവാചകന്മാരാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളപ്പോ എത്ര തവണ ഏതൊക്കെ സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളുണ്ടോ അവിടെയെല്ലാം നമ്മൾ ആവർത്തിച്ചു ചോദിക്കേണ്ട കാര്യമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയും നമുക്ക് കാണാം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. ദുനിയാവിലെയും അതേപോലെ തന്നെ ആഖിറത്തിലെയും മുഴുവൻ നന്മയ്ക്ക് വേണ്ടി സാലിഹാകാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം ആ ഒരു ദർജയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. മറിച്ച് ആ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം. ആ പ്രാർത്ഥനയോടൊപ്പം ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജീവിതം സാലിഹാക്കാൻ, ശുദ്ധമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന്റെ ഒന്നാമത്തെ മേഖലയാണ് നമ്മുടെ വിശ്വാസം ശുദ്ധമാക്കുക എന്നുള്ളത്. വിശ്വാസം സാലിഹാക്കുക എന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിശ്വാസമാക്കുക, പുണ്യവാന്മാരുടെ വിശ്വാസമാക്കുക, അമ്പിയാക്കളും മൗലിയാക്കളും കടന്നുപോയ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത, അള്ളാഹു പുറത്തു നൽകില്ല എന്ന് പറഞ്ഞ പാപമാണ് ശിർക്ക് എന്നുള്ളത്. അതിന് നേർ വിപരീതമാണ് തൗഹീദ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ മുഴുവൻ വിശേഷണങ്ങളിലും ഏകനാക്കുക എന്നതാണ് ചുരുക്കി തൗഹീദിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. അഭൗതികമായ മാർഗത്തിലൂടെ എനിക്ക് നന്മയും തിന്മയും, എനിക്ക് സഹായവും എനിക്ക് ഉപദ്രവവും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ കഴിയൂ എന്ന അചഞ്ചലമായ വിശ്വാസം, അതാണ് പ്രിയമുള്ളവരെ അള്ളാഹുവായുള്ള നമ്മുടെ വിശ്വാസമാകേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദങ്ങളിലേക്കോ അതല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിലേക്കോ അനാചാരങ്ങളിലേക്കോ ഒന്നും തന്നെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, സൗഭാഗ്യത്തിനു വേണ്ടി മക്കളെ ബലി കൊടുക്കുന്ന മാതാപിതാക്കൾ അന്ധവിശ്വാസത്തിന് അടിമകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകേണ്ട റിസ്ക് മറ്റുള്ള ഏതിലൊക്കെയോ ബലമേൽപ്പിക്കുന്ന ഒരവസ്ഥ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ വിശ്വാസം തയ്യാറാകണം. ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല. നമ്മൾ ഗതിമുട്ടുന്ന സമയത്ത് അല്ലാഹു അല്ലാത്ത ആർക്കും തന്നെ നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. അല്ലാഹുവിന് മാത്രമാണ് എനിക്ക് മകന് നൽകാൻ കഴിയുക, അല്ലാഹുവിന് മാത്രമാണ് എന്റെ കടബാധ്യത തീർക്കാൻ കഴിയുക. എനിക്ക് രോഗം വന്നാൽ ആ രോഗം ശമിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, അതിന് ശിഫ നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ശിർക്കിന്റെ വഴികളിലേക്ക് പോകും, ശിർക്കിന്റെ വഴികൾ തേടി നമ്മൾ യാത്രയാകും. ഏലസിലും മുറുക്കിലും ഒക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്ന ശിർക്കൻ വിശ്വാസങ്ങളുടെ അടിമകളായി മാറുന്ന അവസ്ഥയിലേക്ക് പോയി അവസാനം ഈ ദുനിയാവും നഷ്ടപ്പെട്ട് ആഖിറവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതാണ് വിശ്വാസം കൃത്യമാക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യത്തെ അതേപോലെ സ്വീകരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ കാര്യം ദീനായി പഠിപ്പിച്ചു തന്നോ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കുകയും ചെയ്യുക. അതിൽ എന്റെ ബുദ്ധിക്ക് സ്ഥാനം നൽകുന്ന, എന്റെ യുക്തിക്ക് സ്ഥാനം നൽകുന്ന അവസ്ഥ ഒരിക്കലും പാടില്ല. സ്വഹീഹായ ഒരു ഹദീസ് വന്നാൽ അതിനെ സ്വീകരിക്കുന്ന, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ആശയം പറഞ്ഞാൽ അതിനെ സ്വീകരിക്കുന്നവരായി നമ്മൾ മാറുക. അതുകൊണ്ട് വിശ്വാസ വിശുദ്ധി പ്രാർത്ഥനയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസ വിശുദ്ധി ഇല്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല. വിശ്വാസ വിശുദ്ധി ഇല്ലാത്ത വ്യക്തി അവൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ സ്വാലിഹാക്കണം, എന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവേ നീ സ്വീകരിക്കണം എന്ന പ്രാർത്ഥന കൊണ്ട് ഉപകാരമില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസ വിശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ മേഖല നമ്മുടെ ജീവിതം സ്വാലിഹാക്കുക എന്നതാണ്. നമ്മുടെ ജീവിതം സ്വാലിഹാക്കുക, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് അതിനർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ശപിച്ചുകൊണ്ട് ചില ആളുകളെ എടുത്തു പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാൻ
ഇല്ലല്ലദീന താബു, ഈ ശാപ പ്രാർത്ഥന അതല്ലെങ്കിൽ ഈ ശാപം ഏൽക്കാത്ത ആൾ അവരാരാൻ? ഇല്ലല്ലദീന താബു, അവർ തൗബ ചെയ്ത ആളുകളാണ്. വസ്ലഹു വബയ്യനു ഫൗലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. അവർ സുൽഹുണ്ടാക്കിയ നന്നാക്കിയ സാലിഹ്യങ്ങളായ ആളുകളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. അതേപോലെ തന്നെ ഒരു തിന്മ ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന് പ്രതിവിധിയും അല്ലാഹു പറയുന്നുണ്ട്. തുമ്മ ഇന്ന റബ്ബക ലില്ലദീന അമിലു സൂഅ ബിജഹാലത്തിൻ, ഒരു അറിവുകേട് കൊണ്ട്, ഒരു അവിവേകിയായിക്കൊണ്ട് അവനൊരു തിന്മ ചെയ്തു, ഒരു തിന്മ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവൻ ചെയ്യേണ്ടത് തുമ്മ താബു മിൻ ബഅദി ദാലിക വഅസ്ലഹു, അവൻ പാപമോചനം നടത്തിയാൽ മാത്രം പോരാ, വഅസ്ലഹു, അവൻ അതിനുശേഷം അവന്റെ ജീവിതത്തെ സാലിഹാക്കണം, അവൻ ശരിയാക്കണം അവന്റെ ജീവിതത്തെ. ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം, എങ്കിൽ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. അതിനുശേഷം അവൻ അല്ലാഹുവിനെ, ഗഫൂറായ റബ്ബിനെ, റഹീമായ റബ്ബിനെ അവന് കാണാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ. പ്രിയമുള്ളവരെ, ഈ 3 മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ഒന്ന് ആലോചിക്കുക. ജീവിതത്തിന്റെ വിഷയത്തിൽ എത്രമാത്രം ശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ഒന്ന് സ്വയം വിചിന്തനം നടത്തേണ്ടതുണ്ട്. എത്ര ഹറാമുകളിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്നുണ്ട്? എത്ര ഹറാമുകളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ ചെയ്യുന്ന ജോലി, ഞാൻ ചെയ്യുന്ന കച്ചവടം, അത് 100% അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? എന്റെ മക്കൾ ഒരു ഹറാമിന്റെ ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? എന്റെ മക്കൾ ഹലാലായ മാർഗത്തിലൂടെയാണ് അവരെ ഞാൻ വളർത്തിയത് എന്ന് പറയാൻ, അള്ളാഹുവിന്റെ കോടതിയിൽ പറയാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? നാം ഒന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയാണ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഏതു സമയവും കടന്നു വരുന്ന മരണത്തിന് മുൻപിൽ നമ്മൾ നിലച്ചു പോകുമ്പോ, പിടികൊടുക്കേണ്ടി വരുമ്പോ അതൊന്നും തൗബ ചെയ്യാനുള്ള സമയം ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചിന്തിക്കുക, ഒരു ഹറാമു ചെയ്യുമ്പോ, ഒറ്റയ്ക്കിരുന്നൊരു ഹറാമു ചെയ്യുമ്പോ, നമ്മുടെ ഫോണിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഹറാമുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആലോചിക്കുക. റഹ്മാനായ റബ്ബിന്റെ ആ ഒരു തീരുമാനം വന്നെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ, അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഒരുപക്ഷെ സമയം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുക, വിശ്വാസം കൃത്യമാക്കുക, അതേപോലെ തന്നെ ജീവിതത്തെ സൽസ്വഭാവങ്ങൾ കൊണ്ട് തിന്മകളിൽ നിന്ന് മുക്തമായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أوصيكم عباد الله ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം, അള്ളാഹുവിൻ്റെ ആ ഒരു രക്ഷ നമ്മളിൽ ഉണ്ടാകണമെന്ന് സദാ നാം ആഗ്രഹിക്കലുണ്ട്. ഏത് പ്രശ്നത്തിൻ്റെയും നമ്മുടെ മനസ്സിലൊരു സമാധാനമായി വരുന്ന കാര്യമാണ് എനിക്ക് അള്ളാഹുവുണ്ട് എന്നുള്ളത്. അള്ളാഹു എൻ്റെ കാര്യം ഏറ്റെടുക്കും. എനിക്ക് എത്ര രോഗമാണെന്ന് പറഞ്ഞാലും, ഈ ആശുപത്രികളിൽ അവിടെ ഡോക്ടർമാർ എനിക്കിന് മരണമാണ് വിധിച്ചതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനപ്പുറമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എത്ര കടബാധ്യതകളുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു പരിഹാരം എനിക്ക് കാണിച്ചു തരുമെന്ന് ആഗ്രഹിക്കുന്ന, അതിനെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ആ പ്രതീക്ഷ, ആ ഒരു രക്ഷ, ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ രക്ഷാധികാരം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ ഉള്ള ആളുകളായി മാറണം. സ്വാലിഹീങ്ങളായ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ ആളുകളെ അവനാണ് അവർക്ക് രക്ഷാധികാരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയമുള്ളവരെ, തഖ്വയുണ്ടെങ്കിൽ
ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ വിഷയത്തിലേക്ക് വലിച്ചെടുക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ദീന് വെച്ച് കളിക്കുന്നില്ല എങ്കിൽ, ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദീനിനെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, പൂർണ്ണമായ ഇഖ്ലാസോട് കൂടിയാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴികാട്ടിയായിട്ടുണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വമൻ യത്തഖില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ യജഅൽ ലഹു മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു തുറവി ഉണ്ടാക്കി കൊടുക്കും. അല്ലാഹു അവനൊരു തുറവി ഉണ്ടാക്കി കൊടുക്കും. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി അവൻ ഹറാമിന്റെ വഴികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു അതിനുള്ള വഴി അവൻ എളുപ്പമാക്കി നൽകും. സമ്പത്തിന്റെ വിഷയത്തിൽ, ജോലിയിൽ എനിക്ക് ഹറാമായ ജോലി വേണ്ട, എനിക്ക് ഹറാമായ സമ്പാദ്യം വേണ്ട, എന്റെ കച്ചവടത്തിലെ ആ ഒരു സ്കീം എടുക്കാത്തത് കൊണ്ടുള്ള നഷ്ടം അത് ഞാൻ സഹിക്കുന്നു, അതിനെക്കാട്ടിലും വലുത് എന്റെ പരലോകമാണ്, എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് എന്നൊരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയ ലാഭം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദുനിയാവിലും ആഖിറത്തിലും കൊണ്ടുവന്ന് തരുമെന്നാണ്. പ്രിയമുള്ളവരെ, അവരെ സ്വാലിഹീങ്ങളായി കഴിഞ്ഞാൽ അല്ലാഹു അവരെ അത്തരത്തിൽ ഏറ്റെടുക്കും. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മൾ പറയേണ്ടതില്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാം 4 ഭാഗത്തു നിന്നും കുടുങ്ങിയ സമയത്ത്, ഫിറഔനും അതേപോലെ മുൻപിൽ ചെങ്കടലുമുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുകയാണ്. ഒരു പ്രതീക്ഷയുമില്ല. ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം അവസാനിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ അള്ളാഹുവിനെ വിളിച്ചതുകൊണ്ട്, സാലിഹായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രക്ഷിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സംഭവം നമുക്കറിയാം. ശത്രുക്കൾ സൗർ ഗുഹയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്, അതിന്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ്. ഒന്ന് കുനിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാണാം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷാധികാരിയായി, അവരുടെ രക്ഷകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷ കൊണ്ടുതരും. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിത ബോധം നമുക്കുണ്ടാക്കി നൽകും. എത്ര പ്രയാസത്തിലാണെങ്കിലും അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അതിനുള്ളൊരു തുറവി കൊണ്ടെത്തി നൽകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹറാമിന്റെ വഴികളിലേക്ക് നമ്മൾ പോകണ്ട, ഹറാമിന്റെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി ആഖിറം വെച്ചുകൊണ്ടുള്ള കളികൾ നമ്മൾ ഏർപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനം. ഞാൻ 2 റക്അത്ത് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു 10 രൂപ സ്വതക്ക നൽകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കൂലിക്ക് വേണ്ടിയാണ്, എന്റെ പരലോകത്തിനു വേണ്ടിയാണ്, റഹ്മാനായ റബ്ബിന്റെ തൃപ്തി എനിക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമുക്കറിയാം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എല്ലാവർക്കും അവരവർ നിയ്യത്താക്കിയത് എന്താണോ അതിനടിസ്ഥാനത്തിലാണ് അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുക. അവർക്ക് അതിനനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുക. അതിനുശേഷം പ്രവാചകൻ ഉദാഹരിക്കുന്നത് ഹിജറയാണ് പ്രവാചകൻ ഉദാഹരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹിജറ എന്താണെന്ന് നമുക്കറിയാം. എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട്, സ്വന്തം നാട്ടിൽ നിന്ന് വീടും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് റഹ്മാനായ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്കുള്ള പാലായനമാണ്. എല്ലാം ഉപേക്ഷിച്ച് തനിക്ക് പരിചയമില്ലാത്ത, തനിക്ക് യാതൊരുവിധ സമ്പത്തിന്റെ അടിസ്ഥാനവുമില്ലാത്ത ഒരു നാട്ടിലേക്കുള്ള പാലായനമാണ് ഹിജറ എന്നുള്ളത്. ആ സമയത്ത് പോലും നീയത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തിൽ ദുനിയാവ് കടന്നു വന്നാൽ അവൻ അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി ഹിജറ ചെയ്തവനല്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുകയാണ്. പ്രിയമുള്ളവരെ, അത്രമാത്രം ഗൗരവം നമ്മുടെ നീയത്തുകളിലുണ്ട്, നമ്മുടെ ഇഖ്ലാസിലുണ്ട്, നമ്മുടെ ചിന്തകളിലുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട്, നമ്മുടെ വിശ്വാസങ്ങളിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും സാലിഹായി നല്ല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹിദീങ്ങളിൽ ഉൾപ്പെടാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അത്തരത്തിലാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളൊക്കെ സാലിഹാക്കി നൽകുമാറാകട്ടെ. സാലിഹായ സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റുമാറാകട്ടെ. നമ്മുടെ ജീവിതം ഏറ്റവും എളുപ്പമുള്ളതാക്കാൻ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗത്തിൽ ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന
പ്രയാസപ്പെടുന്ന ആളുകൾ, കുടുംബത്തിൽ പല പ്രയാസങ്ങൾ മാനസികമായി നേരിടുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ശമനം നൽകി ഒരു തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിന്റെ വീതിയിൽ, അല്ലാഹുവിന്റെ വീതിയിൽ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ, അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ ഇഖ്ലാസോടുകൂടി ജീവിക്കുവാൻ, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المسلمين في كل مكان. اللهم انصر اخواننا المسلمين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقم الصلاة.